നമസ്കാരം. പ്രധാന വാർത്തകൾ. വരോട് അനങ്ങന്മല സന്ദർശിക്കാൻ എത്തിയ വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഒരു വിഭാഗം നാട്ടുകാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. മല സംരക്ഷിക്കണമെന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം നാട്ടുകാർ. സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ. ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ ആക്ഷൻ അതിനെ ഞാൻ വന്നത് അത് കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ. സുരക്ഷാ പരിശോധന നടത്തി പട്ടാമ്പി പാലം എത്രയും പെട്ടെന്ന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ശാസ്ത്രീയ പരിശോധന വൈകുന്നത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ച. പാലം സന്ദർശിച്ച് എം.പി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നിലമ്പൂർ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു. ഇതുവരെ കണ്ടെടുത്തത് 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും. തിരച്ചിൽ ഊർജിതമാക്കാനും തീരുമാനം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പൊതുവപ്പാടത്ത് ചെക്ക് ഡാം അടഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. അരിയൂർ തോടിൽ നിർമ്മിച്ച ചെക്ക് ഡാമാണ് ഒഴുക്ക് തടസ്സപ്പെടും വിധം അടഞ്ഞത്. നിരവധി പേരുടെ നാണ്യവിളകൾ ഒലിച്ചുപോയി. തോട്ടിൽ അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും നീക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. പട്ടാമ്പി ടൗണിൽ യാത്ര ദുരിതപൂർണം. മഴയിൽ റോഡിൽ രൂപപ്പെട്ടത് വൻ കുഴികൾ. ഷൊർണൂർ റോഡിലെയും യാത്ര ഭയാനകം. കുഴികൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ നടപടി വേണമെന്ന് യാത്രക്കാർ. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിൽ അനങ്ങന്മല പ്രദേശത്ത് സന്ദർശനത്തിനെത്തിയ വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഒരു വിഭാഗം നാട്ടുകാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. സസ്യസമ്പത്തുള്ള അനങ്ങന്മല സംരക്ഷിക്കണമെന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന നാട്ടുകാരിൽ ചിലരുടെ ആവശ്യമാണ് തർക്കത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഇടയാക്കിയത്. വരോട് 4-ാം മൈലിലെ പ്രദേശവാസികളുടെ നിവേദനം ലഭിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്ഥലം സന്ദർശിച്ചത്. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ എം.പി. നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഇതിനിടയിൽ ഒരു വിഭാഗം നാട്ടുകാർ സസ്യസമ്പത്തുള്ള അനങ്ങന്മല സംരക്ഷിക്കുന്നതിനാവശ്യമായ സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എം.പിയുമായി രൂക്ഷമായ വാക്കേറ്റത്തിന് കാരണമായി. ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ ആക്ഷൻ അതിനെ ഞാൻ വന്നത് അത് കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ. അല്ല, ഞാൻ നിങ്ങൾ വ്യക്തികൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പിന്നെ സാറ് കേൾക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ജനപ്രതിനിധിയല്ലേ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് വാങ്ങി ജയിച്ചതല്ലേ? ഓരോ ആളുകൾ പറയുന്നത് കേൾക്കണം. പിന്നെ സാറ് അങ്ങനെ പറയുകൊണ്ടല്ലേ അവര് തൊള്ളാണ്. സാറ് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞു 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 സാറ് പറഞ്ഞു. 2020 മുതൽ 2032 വരെ 12 കൊല്ലം പൊട്ടിക്കാൻ അനുമതി കൊടുത്തപ്പോ നിങ്ങളെവിടെയായിരുന്നു? ഞാൻ ചെയ്യേണ്ട മാർഗം ഇവരിന്റെ പഠിപ്പിച്ചെന്നൊക്കെ നീ ഒരു കാര്യം അങ്ങനെ ഒരാളുടെ പേര് ഇവിടെ വലിച്ചയക്കേണ്ട വല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രദേശത്ത് വിശദമായ പഠനം നടത്താൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിക്കും അടുത്ത ദിവസം നിവേദനം നൽകുമെന്നും കൂടാതെ അനങ്ങന്മലയുടെ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും കത്ത് നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇത്രയും ഒരു സ്ഥലം പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വനമേഖല കൂടിയാണ്. അത് കൃത്യമായിട്ട് പരിശോധിച്ച് പാരിസ്ഥിതിക പഠനം നടത്തി വേണം ഇതുപോലുള്ള വലിയ കോറികൾക്ക് അനുമതി കൊടുക്കാമെന്ന് നിയമം ഇരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ കോറി ഉടമകൾ അതിനുള്ള ലൈസൻസ് സമ്പാദിച്ചിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ പല ആളുകളുടെയും പിന്തുണ ഈ പ്രദേശത്തെ പല ആളുകളെയും സ്വാധീനിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി ഇവിടെ ഇത് നടത്തിക്കൊണ്ടുപോവുകയാണ്. ഈ കാര്യം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ അറിയിക്കും. മന്ത്രിയെ നാളെ നേരിട്ട് കാണും. അതുപോലെ തന്നെ ഇവിടുത്തെ ആശങ്ക
കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വലിയ ഭീഷണി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ അനങ്ങമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആശങ്ക, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും. മൂന്നാമത്തത്, ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് കേരള മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ ഈ സമരസമിതിക്കാർക്കും ഈ നാട്ടുകാർക്കും നൽകിയിരിക്കുന്നത്. സർക്കാരിൻ്റെ പല രീതിയിലുള്ള ഒത്താശയോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ആശങ്കപ്പെടുന്നതാണ്. ഒരു കാരണവശാലും ഈ കോറി മാഫിയയ്ക്ക് വഴങ്ങാൻ ഈ നാട്ടുകാർ തയ്യാറല്ല. അതുമാത്രമല്ല, ഈ മാഫിയയ്ക്ക് വഴങ്ങി അധികം കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം വരോട് 4-ാം മൈലിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പൊതുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് സംസ്കൃതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോറി മാഫിയകളുടെ കയ്യിൽ നിന്നും അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വരോട് 4-ാം മൈലിലെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പൊതുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് സംസ്കൃതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ഇടനാടൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന കുളക്കാടൻ മല, അനങ്ങൻമല, പാട്ടിമല, അങ്ങനെയുള്ള ഒരുപാട് മലകൾ ഈ ഇടനാടൻ കുന്നുകൾ എന്ന രീതിയിലാണ്. ഒരിക്കലും നമുക്ക് പശ്ചിമഘട്ടം എന്നുള്ള ഉരുൾപൊട്ടത്തിന്റെ ഭീഷണികളൊന്നും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്കറിയാം, ഇവിടെ മഴ പെയ്തപ്പോൾ ഈ പനമണ്ണ ഭാഗത്തേക്കൊക്കെ കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും അതുമൂലം ഉണ്ടാകുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ ഇതിന്റെ ചുറ്റുപാട് താമസിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ പലരും ഒരുപക്ഷെ അവരുടെ മനസ്സിലേക്ക് ഇതുപോലെ നാളെ നമ്മളും അനുഭവിക്കേണ്ടി വരില്ലേ എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും, ഈ നാട്ടിലെ എല്ലാവരും, ഇതിന്റെ താഴെ താമസിക്കുന്ന അല്ലെങ്കിൽ കടകളുള്ള എല്ലാവരുടെയും ഒരു ആശങ്കയാണ് ഇത്. മണികണ്ഠൻ അധ്യക്ഷനായി. അസൈനാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയമായ പരിശോധന വൈകുന്നതിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. എത്രയും വേഗം പാലത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി കൈവരികൾ സ്ഥാപിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു എം.പി. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ച പട്ടാമ്പി പാലത്തിലൂടെ കാൽനട യാത്ര മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ വേഗത്തിലാക്കണം. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷത്തിലോ അല്ല, അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ്. അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പൊ യാത്ര ചെയ്യാൻ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല, എളുപ്പമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എത്രയും പെട്ടെന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കണം. ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് നൽകുന്നുണ്ട്, ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകുന്നുണ്ട്. ഇപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട്. നിലവിൽ പട്ടാമ്പിക്കാർ ആശങ്കയിലാണ്. 5 ദിവസമായി പാലത്തിൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിയാത്തത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. കുറ്റപ്പെടുത്തി. കാര്യമായ ബലക്ഷയം പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇല്ലെന്നാണ്. കാരണം വെള്ളം ഇതിലും വലിയ രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്, ഓവർഫ്ലോ ചെയ്ത് പലതവണ പോയിട്ടുണ്ട്. പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇതുവരെയും കുഴപ്പം വന്നിട്ടില്ല. ഏതാനും ചില കല്ലുകൾ ഇളകി വീണതാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാൻ കഴിയുന്നത്. ഞങ്ങളൊന്നും എഞ്ചിനീയർമാരല്ല. ഒരു വിദഗ്ധ സംഘം എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കണം. 2 കൈവരികൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. ഇതിനധികം ദിവസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് കൈവരികൾ ശരിക്കും ചെയ്യാം. ഞായറാഴ്ച ഉച്ചയോടെയാണ് എം.പി. പട്ടാമ്പി പാലം സന്ദർശിച്ചത്. കോൺഗ്രസ് നേതാക്കളും എം.പിക്കൊപ്പം ഉണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നിലമ്പൂർ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു. ഇതുവരെ 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തി. ഞായറാഴ്ചയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ തിരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനം. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്.
വിവിധ സേനകൾ, സന്നദ്ധ പ്രവർത്തകർ, യുവസംഘടനകളുടെ പ്രവർത്തകർ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെല്ലാം ചേർന്നാണ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടർന്നത്. മുണ്ടേരി വനമേഖല, പോത്തുകൽ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ജനപ്രതിനിധികളും രംഗത്തുണ്ട്. 5 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എണ്ണം 200 കടന്നു. ഇതുവരെ 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളുമാണ് ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ഞായറാഴ്ച ഒരു മൃതദേഹവും 2 ശരീരഭാഗവും കണ്ടെത്തി. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും 202 പോസ്റ്റ്മോർട്ടമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളെല്ലാം വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ സംഖ്യ കൂടുതലാണ്. ഇതിനാൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വയനാട്ടിലേക്ക് 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനത്തിന് കയ്യടി നേടി VK ശ്രീകണ്ഠൻ MP. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകളിൽ 5 വീടുകളാണ് തന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുക എന്ന് MP വ്യക്തമാക്കി. ഇതിനകം തന്നെ ഈ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP പട്ടാമ്പിയിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ച ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 100 വീട് പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും 5 വീടുകൾ, പാലക്കാട് MP-യുടെ നേതൃത്വത്തിൽ ആ 100 വീടുകളിൽ 5 വീടുകൾ പാലക്കാട് നിന്നും തന്നെ ചെയ്തു കൊടുക്കുമെന്ന് അറിയിക്കുകയാണ്. അപ്പോ ഇതോടകം ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചപ്പോൾ 5-ൽ 4 വീട് പണിത് തരാനും അഭ്യുദയകാംക്ഷികൾ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തോടുകൂടി 5ാമത്തെ വ്യക്തിയും അതിന് തയ്യാറാവും. പാലക്കാട് MP-യുടെ മുഖാന്തരം വയനാട്ടിലേക്ക് 5 വീട് നിർമ്മിച്ചു നൽകുന്നു. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധയായി സോഷ്യൽ മീഡിയയിൽ യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടി അശ്ലീല കമന്റിട്ട യുവാവ് അറസ്റ്റിൽ. ചെർപ്പുളശ്ശേരി സ്വദേശി സുകേഷ് P. മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസെടുത്തത്. സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം സമൂഹത്തിൽ നിന്നും ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് നടപടി. മണ്ണാർക്കാട് കുമരംപുത്തൂർ പൊതുവപ്പാടം പട്ടികവർഗ ഗ്രാമത്തിന് സമീപം ചെക്ക് ഡാം അടഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. നിരവധി പേരുടെ നാണ്യവിളകൾ ഒലിച്ചുപോയി. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് സംഭവം. അരൂർ തോടിൽ നിർമ്മിച്ച ചെക്ക് ഡാമിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ട വിധത്തിൽ തോടടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. സമീപത്തു നിന്ന് മുറിച്ച മരങ്ങളുടെ ശിഖരങ്ങളും കല്ലും മണ്ണും ഒഴുകിയെത്തി തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. ഇതോടെ തോട് നികന്ന് റോഡിനൊപ്പമായി. നിലവിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും തോട് കരകവിഞ്ഞ് ഇരുകരകളിലുമുള്ള വീടുകളിലേക്കും റോഡിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ 12 വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. പ്രായമായവരും കിടപ്പ് രോഗികളുമായവർ വീടുകളിലുണ്ട്. രാത്രി വീടുകളിൽ വെള്ളം കയറുമ്പോൾ നടക്കാൻ വയ്യാത്തവരുമായി എവിടെ പോകാനാണെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിനെ തുടർന്ന് പുലരുവോളം ടോർച്ചും തെളിയിച്ചിരിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. അന്ന് ഒന്നായിട്ട് ഒടിഞ്ഞു പോകുന്ന മൊത്തം കയറിയിട്ട് ഞങ്ങൾ ആൾക്കാർ വലിച്ചും കൊണ്ട് പോയി ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ ശ്രമിച്ച് പേടിച്ച് കുത്തിരിക്കുക. ഞാൻ നടപ്പ വെള്ളം വന്നപ്പോൾ ഞാൻ നേരം വെളുക്കുന്ന വരെ വിളക്കടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുകയായിരുന്നു. വലിയോള് ഇവിടെ ഉണ്ടായിരുന്നില്ല. 5 കുട്ടീനായിട്ട് ആശുപത്രിയിലായിരുന്നു. എന്തായി വജ്ജാത്ത കുട്ടീനെ കാട്ടി വെച്ചിട്ട് വയ്ക്കായിരുന്നു. വെക്കണമാതിരി മണ്ടാനും പറ്റൂല അതിനിട്ടിട്ട്. എന്താണ് അന്ന് ഇടിഞ്ഞ് വന്നേ മുതൽക്കും തൂർന്നിക്കണു. ഇപ്പം അത് പോയി അടഞ്ഞിട്ടപ്പോൾ ഇപ്പം കയറിയത് വല്ലേക്കണു ഇവിടെ പാർക്കണതേ. ഇതുവരെ വെള്ളം അങ്ങനെ കയറിയിട്ടില്ല. ഇപ്പം ഈ തോട് അടഞ്ഞ കാരണം ഇപ്പോൾ ഒരു വെള്ളം വന്നപ്പോഴേക്ക് ഇങ്ങോട്ട് കയറി. നേരം വെളുക്കുന്നവരെ ഞാൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു. വിളക്കടിച്ച് കുത്തിരിക്കുകയായിരുന്നു ജനലിൻ്റെ ഉള്ളിലേക്ക്. വജ്ജാത്ത കുട്ടീനെ എന്താ കാട്ടുകയെന്നില്ല ഇതിൽ കുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാവും പകലും ഈ ഒരു അപ്രാളം തന്നെ. 2018 പ്രളയത്തിൽ തോട് 80% നികന്നിരുന്നു. അടിയന്തരമായി തോട്ടിലെ മണലും ചപ്പുചവറുകളും നീക്കാൻ നടപടി ഉണ്ടാവണം. സമീപത്തെ പള്ളി, മദ്രസ എന്നിവിടങ്ങളിലേക്കും സ്കൂളിലേക്കും പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ തോടിന് സമീപത്തു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. മഴയിൽ തോട് കരകവിയുന്നത് വലിയ അപകടത്തിന് വഴിയൊരുക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുറഞ്ഞ മഴ പെയ്താലും വന്നടയാണ് ഇവിടെ തേങ്ങയും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വെള്ളം കയറി. പെട്ടെന്ന് ചെറിയൊരു മഴ വന്നാൽ നാട്ടുമ്പുറത്തൊക്കെ പെയ്താലും
വെള്ളം തോട്ടിൽ ഈ ചെക്ക് ഡാം അടഞ്ഞ കാരണം എന്താണ് പെട്ടെന്ന് വെള്ളം കയറുകയാണ് എന്നാണ് പെരയിലേക്ക് വീടുകൾക്കൊക്കെ വെള്ളം പെട്ടെന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽക്ക്. അത് കാരണം ഇത് എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് ഇത് സ്വീകരിക്കണം. ഇത് ഒന്നിരിക്കൽ JCB വന്നിട്ട് ഇത് മണ്ണ് മാറ്റി തരിക, അതിലൊരു സംവിധാനം പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഇത് കാണണം എന്ന് ഇവിടെയുള്ള നാട്ടുകാർ എല്ലാം പാടെ കൂടി അപേക്ഷിച്ചു. അപകടക്കെണിയായി പട്ടാമ്പി ടൗണിൽ രൂപപ്പെട്ട വൻ കുഴികൾ. മഴയിൽ വലിയ രീതിയിലാണ് ടൗണിലെ റോഡുകൾ തകർന്നിരിക്കുന്നത്. മഴ വിട്ടു നിൽക്കുമ്പോഴും കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലാണ് പട്ടാമ്പി ടൗണിലെ റോഡ് വലിയ തോതിൽ തകർന്നത്. വൻ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിലെ കുഴികളിലെ വെള്ളം വറ്റിയതോടെയാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായത്. ബസ് സ്റ്റാൻഡ് മുതൽ പെരിന്തൽമണ്ണ റോഡ് വരെയും ചെർപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയും ഷൊർണൂർ റോഡിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മേലെ പട്ടാമ്പിയിൽ പലയിടത്തും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരും മറ്റ് ചെറുവാഹനങ്ങളിൽ പോകുന്നവരുമാണ് കുഴി കാരണം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഹോസ്പിറ്റൽ കേസായാലും അതുപോലെ തന്നെ പട്ടാമ്പി ടൗണിൽ മുഴുവൻ ബ്ലോക്കിൻ്റെ ഒരു കാരണം ഈ കുഴികളാണ്. ഈ കുഴികൾ കയറി ഇറങ്ങി വണ്ടികൾ പോകുമ്പോൾ ബാക്കിലുള്ള വണ്ടികളൊക്കെ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഉള്ളത്. ഏതായാലും അധികൃതർ എത്രയും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടല്ലാതെ ജനങ്ങളുടെ അതിൻ്റെ പുറമേണ് ഇപ്പോൾ പാലം അടച്ചിട്ടുള്ള പ്രശ്നം. ബസ്സുകൾ പട്ടാമ്പി ടൗണിലൊരു മരിച്ച ഒരു വീട് മാതിരിയുള്ള ഒരു അവസ്ഥയിലാണ്. ആകെ ശോകമുഖമായിട്ടൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഈ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഫാമിലിക്കൊന്നും ശരിക്കും വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. ഫാമിലി ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബാക്കിലേക്ക് നാളെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെ മോശം പറയുന്നത് അത്ര ശരിയില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ക്വാളിറ്റിയുള്ള സംവിധാനങ്ങളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതൊക്കെ നന്നാവാൻ സാധിക്കും. ഒരു കുഴി കണ്ട് വാഹനം വെട്ടിച്ചാൽ അടുത്ത കുഴിയിൽ ചാടും. മഴ തുടങ്ങിയാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞുള്ള അപകടം വേറെയും. താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. 2 ദിവസമായിട്ട് ഇപ്പോൾ മഴയില്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസപ്പെടുന്ന പട്ടാമ്പിയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റോഡ് തകർച്ചയാണ്. അത് ഇങ്ങനെ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന റോഡടക്കം ടൗണ് മുതൽ ഓങ്ങല്ലൂർ വരെയും വളരെ ദുരിതമായിട്ടുള്ള കഷ്ടപ്പാടോട് കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പട്ടാമ്പിയിൽ മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ MLAയോ മുൻകൈ എടുത്ത് ഇതിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകി കുറച്ച് കോറി വേസ്റ്റേജ് കൊടുത്തിട്ട് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങൾക്ക് ചെറിയൊരു പരിഹാരമാവും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായി വീണ്ടും കുഴികൾ രൂപാന്തരപ്പെട്ടു. നഗരസഭ കുഴികൾ അടച്ചിരുന്നെങ്കിലും റോഡ് പഴയ സ്ഥിതിയിലായി. ഈ റോഡിൽ ദിവസവും വാഹനാപകടങ്ങൾ പതിവാണ്. പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡിലാണ് വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇടയ്ക്ക് നഗരസഭ റോഡിലെ കുണ്ടും കുഴികളും അടച്ചിരുന്നു. എന്നാൽ മഴ ശക്തമായി തുടരുന്നതോടെ റോഡ് പഴയ സ്ഥിതിയിലായി. റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ്. കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നതും വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവായി. ദിവസവും ഇവിടെ വാഹനാപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത്. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെതായിരുന്നു ഈ റോഡ്. പിന്നീട് നഗരസഭ റോഡ് ഏറ്റെടുത്തു. പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നതും വരുന്നതുമായ പാത കൂടിയാണിത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ യാത്രക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. മഴ പെയ്താൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും. റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ നിർമ്മിച്ചിട്ടില്ല. ഇതിനാൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്.
നഗരത്തിൽ ഈ പ്രധാന ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് സ്ഥിരം പരിഹാരം കാണാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. BKMU ശ്രീകൃഷ്ണപുരം മണ്ഡലം കൺവെൻഷൻ കരിമ്പുഴയിൽ നടന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കർഷക തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രശ്നം ഭൂമിയും വീടും സംബന്ധിച്ചാണ്. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭൂമി കയ്യിൽ വന്നു. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 25.34 ലക്ഷം ആളുകൾക്ക് ഇനിയും ഭൂമി ലഭ്യമാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഒരു വ്യക്തി കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കും. സ്വകാര്യ തോട്ടം, പൊതുമേഖലാ തോട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഇളവ് കൊടുത്തത് പുനഃപരിശോധിക്കും. അതുപോലെ തന്നെ ലാൻഡ് ബോർഡിലും ട്രിബ്യൂണലിൽ നിൽക്കുന്ന കേസുകൾ വേഗത്തിൽ പൂർത്തീകരിക്കും. മിച്ചഭൂമി ഏറ്റെടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഗൗരവമായി നമ്മളിപ്പോൾ ചർച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. 14 ജില്ലയിൽ നമ്മൾ ആ ചർച്ച പൂർത്തീകരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു. അതിനെ സംബന്ധിച്ച് എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെയാണ് നമ്മുടെ ഭൂരഹിത കർഷക തൊഴിലാളികൾക്കുള്ള വീടും ഭൂമി. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞാൽ വീട് ലൈഫ് മിഷനിലൂടെയാണ് കൊടുക്കുന്നത്. എന്നാൽ അത് തന്നെ എല്ലാവർക്കും കൃത്യമായി എത്തിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു. ഇനി ധാരാളം പേർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് T. സിദ്ധാർത്ഥൻ, ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി K. ചന്ദ്രശേഖരൻ, K. T. രാമചന്ദ്രൻ, A. ശങ്കരനാരായണൻ, കണ്ടയിൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കുക, കർഷക തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കുക, ക്ഷേമനിധി ആനുകൂല്യ കുടിശ്ശിക വിതരണം ചെയ്യുക, ലാൻഡ് ബോർഡിൽ നിലനിൽക്കുന്ന കേസുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കുക, മിച്ചഭൂമി ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിച്ചു. മുടിവെട്ടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നൽകണമെന്ന് മാതാപിതാക്കളോട് 2ാം ക്ലാസ്സുകാരിയുടെ നിർബന്ധം. രോഗികൾക്ക് നൽകാൻ തക്ക വലുപ്പമാകും വരെ കാത്തിരുന്ന തൃശൂരിലെ മിറാക്കിൾ ചാരിറ്റബിൾ അസോസിയേഷന്റെ ഹെയർ ബാഗിലേക്ക് മുടിവെട്ടി നൽകി. കോട്ടപ്പാടം സ്വദേശിയായ ഫാത്തിമ നജയാണ് ഈ കൊച്ചുമിടുക്കി. തന്റെ മുടി വെട്ടുകയാണെങ്കിൽ അത് ക്യാൻസർ രോഗികൾക്ക് നൽകണമെന്നാണ് ഫാത്തിമ നജ തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനം മാതാപിതാക്കളെയും അറിയിച്ചു. കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ചെങ്കിലും പക്ഷേ എത്ര വലിപ്പത്തിലാണ് മുടി മുറിക്കേണ്ടത്, എങ്ങനെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിക്കും എന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവളാ പറഞ്ഞത് ഇങ്ങനെ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ച് കൊടുക്കലില്ലേ, അങ്ങനെ നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ മെസ്സേജൊക്കെ കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. തൃശ്ശൂരിലുള്ള മിറക്കിൾ ചാരിറ്റബിൾ അസോസിയേഷന്റെ എയർ ബാഗിലേക്ക് മുടി എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ സാമൂഹ്യ പ്രവർത്തകൻ ഉമ്മർ ഒറ്റകത്ത് ചെയ്തു. 12 സെന്റിമീറ്റർ വലുപ്പത്തിൽ മുടി വേണമെന്നായിരുന്നു സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശം. ഈ അളവിൽ മുടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫാത്തിമ നജയുടെ മാതാവ് നസീബ മുടി മുറിച്ചു. മിറക്കിൾ ചാരിറ്റബിൾ അസോസിയേഷന്റെ എയർ ബാഗിലേക്ക് ഉമ്മർ ഒറ്റകത്ത് കൊറിയർ വഴി മുടി അയച്ചു. കഴിയുന്നവർ എല്ലാവരും കുട്ടിയുടെ മാതൃക പിന്തുടരണമെന്ന് ഉമ്മർ ഒറ്റകത്ത് പറഞ്ഞു. എനിക്കൊരു പുതുമ ഫീൽ ചെയ്തു. കാരണം 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉമ്മയോട് പറയാണ് മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യണം എന്നുള്ളത്. ഇതിനു മുമ്പും കുണ്ടലക്കാട് കൈത്താങ്ങ് ചാരിറ്റി കൂട്ടായ്മയുടെ കീഴിൽ ഒരു 3-4 ആളുകൾ നമ്മളെ സമീപിക്കുകയും അത്തരത്തിൽ മുടി തൃശ്ശൂരുള്ള മിറക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അസോസിയേഷൻ്റെ എയർ ബാഗിലേക്ക് നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അതും ഇത് തന്നെയായിരുന്നു ഉദ്ദേശം. ഇത് ഇത്തരത്തിൽ ആരെങ്കിലും കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവണം എന്നുള്ളത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. വടശ്ശേരിപ്പുറം SAHM ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫാത്തിമ നജ കോട്ടപ്പാടം വെള്ളയിപ്പാറ സ്വദേശി മുഹമ്മദ് ബഷീർ, നസീബ ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത കുട്ടിയാണ്. കൊപ്പം വളാഞ്ചേരി പാതയിലെ 1-ാംതിപ്പടിയിൽ 10 അടി താഴ്ചയുള്ള പാടത്തേക്ക് കാർ മറിഞ്ഞു. കാറിൽ ഡ്രൈവർ അടക്കം യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. ഞായറാഴ്ച 12 മണിയോടെയായിരുന്നു അപകടം. നടുവട്ടം ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ 1-ാംതിപ്പടിയിൽ വെച്ച് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞതെന്ന് പറയുന്നു. കാർ ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് ഉയർത്തി.
പൂർവികർ കാണിച്ചു കൊടുത്ത രീതി പിന്തുടർന്ന് പെരിന്തൽമണ്ണ ഒടമല മഖാമിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഒടമല മഖാമിൽ കർക്കിടകക്കഞ്ഞി മുടങ്ങാതെ വിതരണം ചെയ്തു വരുന്നുണ്ട്. മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കർക്കിടകക്കഞ്ഞി വിതരണം നടന്നത്. പാരമ്പര്യ തനിമ നിലനിർത്തി നാടൻ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കർക്കിടക ഔഷധക്കഞ്ഞി ഒടമല മഖാമിൽ വിതരണം ചെയ്തു. ദാരിദ്ര്യവും പട്ടിണിയും വ്യാപകമായിരുന്ന പണ്ടുകാലത്ത് ഒടമല മഖാമിൽ നിന്നും ലഭിച്ചിരുന്ന കർക്കിടകക്കഞ്ഞി മഹൽ നിവാസികൾക്കും അയൽപ്രദേശത്തുള്ളവർക്കുമെല്ലാം വലിയ ആശ്വാസമായിരുന്നു. നീണ്ട വറുതിയുടെ കാലം അവസാനിച്ച് നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും കൈവന്നുവെങ്കിലും പാരമ്പര്യ സംരക്ഷണം എന്ന നിലയിൽ ഇവിടെ എല്ലാ വർഷവും മുടങ്ങാതെ കർക്കിടകക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നുണ്ട്. പൂർവികർ കാണിച്ചു തന്ന ആ പഴയ രീതി മുടങ്ങാതെ ഒടമല മഖാമിൽ പിന്തുടർന്നു വരുന്നു. ഒടമല മഹൽ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഞ്ഞി വിതരണം നടന്നത്. ഒടമല ദവാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉസ്മാൻ ദാരിമിയുടെ നേതൃത്വത്തിൽ നടന്ന മഖാം സിയാറത്തിന് ശേഷമാണ് കഞ്ഞി വിതരണം ആരംഭിച്ചത്. മഹൽ പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഗജപൂജയും ആനയൂട്ടും ഭക്തിനിർഭരമായി. തുടർന്ന് പ്രസാദഊട്ടുമുണ്ടായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചാണ് ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തിയത്. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട്, അണ്ടലാടിമന വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചെർപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചായിരുന്നു ഗജപൂജ. തുടർന്ന് നടന്ന ആനയൂട്ടിൽ അയ്യപ്പന് പുറമെ 6 ഗജവീരന്മാർ പങ്കെടുത്തു. ഭക്തരും ആനകളെ ഊട്ടി. ആറായിരത്തോളം പേർ തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിലും പങ്കാളികളായി. മണ്ണാർക്കാട് അരക്കുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. ശ്രീകൃഷ്ണപുരം വിജയ് എന്ന ഗജകേസരിയാണ് ആനയൂട്ടിനായി എത്തിച്ചേർന്നത്. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് ആനയൂട്ട് ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്തെ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൻ ഭക്തജനത്തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി M പുരുഷോത്തമൻ ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ചു. എല്ലാ വർഷവും നടത്തി വരാറുള്ള മഹാഗണപതി ഹോമം, അതുപോലെ തന്നെ ആനയൂട്ടുമൊക്കെ ഇന്ന് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്തി കഴിഞ്ഞു. ഇതോടനുബന്ധിച്ച് ക്ഷേത്രക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദഊട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിന് ഇവിടുത്തെ ദേവസ്വവും അതുപോലെ തന്നെ പുരാഘോഷ കമ്മിറ്റിയും ക്ഷേത്രക്ഷേമ സമിതിയും ഒക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരാറുണ്ട്. അടുത്ത ഞായറാഴ്ച, അതായത് ഈ മാസം 11-ാം തീയതി, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണുന്ന നിറപുത്തരിയും ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുകയാണ്. ആഗസ്റ്റ് 11-ന് ഞായറാഴ്ച നിറപുത്തരി ആഘോഷിക്കും. ആനയൂട്ടിന് ശേഷം പ്രസാദ ഊട്ടിലും ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ശ്രീകുമാർ, ഗോപാലകൃഷ്ണൻ, സുദർശനൻ, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ.
തിരുവാഴിയോട് തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടത്തി. ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കുറുവട്ടൂർ ഗണേശ് എന്ന ഗജവീരൻ പ്രത്യക്ഷ ഗണപതിയായി. തുടർന്ന് മേളം, പ്രസാദഊട്ട് എന്നിവ നടന്നു. നേർവഴി പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം പോലീസിന്റെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളിൽ ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം പോലീസിന്റെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് നിയമം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ. പക്ഷെ ആ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിയമം അനുസരിക്കാതിരിക്കുക ഒരു വിഭാഗം നിയമം നടക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെതിരായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ക്ലാഷുകൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ട്രാഫിക് മാത്രമല്ല. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. LMB ലൈസൻസ് നിലവിലുണ്ട്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉണ്ട്. ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്റെ ലൈസൻസ് കൊണ്ട് ഏതെല്ലാം വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും? ഏതൊക്കെ പറഞ്ഞുതരാം. GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, 2 വെയിറ്റുകളുണ്ട്. ഒന്ന് ULW അൺലാഡഡ് വെയിറ്റ്, ഒന്ന് GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ആർസിണ്ടാവും 2 വെയിറ്റുകളും. ഈ GVW 7500 കിലോഗ്രാം വരെയുള്ള വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ LMB ലൈസൻസ് മതി. 7500 മുകളിലുള്ള വാഹനം GVW 7500 കിലോഗ്രാമിന് കൂടുതലുള്ള വാഹനം ഓടിക്കണമെങ്കിൽ KV ലൈസൻസ് ഉണ്ട്. ആ KV ലൈസൻസ് കൂടെ മാത്രമേ ബാഡ്ജും കിട്ടുള്ളൂ. ഈ GVW എത്രയാണോ അതിൽ കൂടുതൽ ഭാരം കയറ്റുന്നതെല്ലാം ഓവർലോഡാണ്. ഓവർലോഡ് കയറ്റി വാഹനം ഓടിച്ചാൽ അവിടുത്തെ പറ്റി ഇൻഷുറൻസ് കിട്ടില്ല. ഓവർലോഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കുറ്റമാണ്. ഓവർലോഡ് കയറ്റുന്നതിന് 10,000 രൂപ ഫൈൻ, ഓരോ ടണ്ണിനും 1500 ഫൈൻ. ഒറ്റപ്പാലം ട്രാഫിക് SI PV സുഭാഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ, സ്ഥിരം സമിതി അധ്യക്ഷനായ P മുഹമ്മദ് ഖാസിം, AI സീനത്ത്, MM ബിന്ദു, ട്രാഫിക് SI വിനോദ് B നായർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, നേർവഴി പദ്ധതി കൺവീനർ TP പ്രദീപ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ്, വ്യാപാരികൾ, ക്ലബ്ബ് പ്രതിനിധികൾ, NSS, SPC, സ്കൗട്ട്, മറ്റു വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ് വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ആയിഷ B ആറാട്ടുതൊടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടായ്മ അംഗം നൌഷാദ് തങ്കായത്തിലിനെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിന്ദി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ PP ധന്യയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത്. അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ആയിഷ B ആറാട്ടുതൊടി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന വ്യാപാരി KK മൊയ്തുട്ടി അധ്യക്ഷനായി. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബനിയസ് ഹസൻ ഹാജി, അരമന വേണുഗോപാൽ, അൻസർ ബാബു മൂത്തേടത്ത്, P നാസർ, C സുരേഷ് കുമാർ, AP നസീർ, P നൌഷാദ്, K ബാലചന്ദ്രൻ, ഹാഷിം ആക്കാടൻ, അരവിന്ദാക്ഷൻ ചൂരക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വീരാനൌലിയയുടെ സ്മരണയിൽ കർക്കിടകവാവ് സദ്യയൊരുക്കി ദേവനന്ദനും സുരേന്ദ്രനും. ജാതിമതഭേദങ്ങളില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് സൂഫി വര്യന്റെ സ്മരണകളുമായി ഒടുവംപറമ്പിലെ വീട്ടിലേക്ക് വന്നത്. കാണാം ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്.
കർക്കിടകവാവ് ദിനത്തിൽ കരിമ്പുഴ ആറ്റാശ്ശേരി കരിമ്പനവരമ്പ് ഒടുവൻപറമ്പിൽ ദേവാനന്ദന്റെയും സുരേന്ദ്രന്റെയും വീട്ടിൽ കണ്ടത് മതമൈത്രിയുടെ വേറിട്ട കാഴ്ച. സൂഫിവര്യനായ വീരാൻ ഔലവിയുടെ സ്മരണയിൽ പതിവ് തെറ്റാതെ ഇക്കുറിയും ഒടുവൻപറമ്പിലെ വീട്ടിൽ കർക്കിടകവാവ് ദിനത്തിൽ വാവുസദ്യ ഒരുക്കി. 50 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇവിടത്തെ വാവുസദ്യയ്ക്ക്. ജാതിമത ഭേദങ്ങളില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് സൂഫിവര്യന്റെ സ്മരണകളുമായി ഒടുവൻപറമ്പിലെ വീട്ടിലേക്ക് സദ്യയുണ്ണാൻ വന്നത്. കരിമ്പനവരമ്പിൽ മുമ്പ് പറമ്പിൽ പീടിക വീട്ടിൽ ബക്കർ പലചരക്ക് കട നടത്തിയിരുന്നു. ബക്കറിന്റെ കടയിൽ വീരാൻ ഔലിയയുടെ നേർച്ചപ്പെട്ടിയും സ്ഥാപിച്ചിരുന്നു. ബക്കർ കട നിർത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന നേർച്ചപ്പെട്ടി കാട്ടിക്കുന്ന് ഖാദറിന് നൽകി. ഖാദറും കച്ചവട സ്ഥാപനം നിർത്തിയപ്പോൾ തൊട്ടടുത്ത സ്ഥാപനം നടത്തിയിരുന്ന ഒടുവൻപറമ്പിൽ ചാമിക്കും ഭാര്യ ലക്ഷ്മിക്കും കൈമാറി. ഇവരുടെ സ്ഥാപനം അടച്ചപ്പോൾ നേർച്ചപ്പെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചു. ആളുകൾ നേർച്ചയായി ഇതിൽ പണം നിക്ഷേപിക്കുമായിരുന്നു. ആദ്യകാലത്ത് ഇതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് പഞ്ഞമാസമായ കർക്കിടകത്തിൽ ആളുകൾക്ക് കഞ്ഞിവെച്ചാണ് നൽകിയിരുന്നത്. പിന്നെ എല്ലാവർക്കും ചോറ് നൽകി. ഇന്ന് പാലടപ്രഥമനടക്കം വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുന്നത്. തുച്ഛമായ പണമാണ് നേർച്ചപ്പെട്ടിയിൽ നിന്നും ലഭിക്കുന്നത്. ചെറിയ തുക നാട്ടുകാരും നൽകും. ബാക്കി ചെലവ് മുഴുവൻ ദേവനന്ദനും സുരേന്ദ്രനും വഹിക്കും. ഞങ്ങൾ ഈ നാടിൻ്റെ ഒരു മതസൗഹാർദ്ദം കാണിക്കുന്ന ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഇവിടെ അമ്പംകുന്ന് അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ ഉപ്പാപ്പ അവരുടെ പേരിൽ ഒരു പെട്ടി ഇവിടെ സ്ഥാപിക്കുകയും ആ പെട്ടി സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു 50 വർഷത്തിൻ്റെ മുകളിലായി വർഷം തോറും പഴയ തലമുറയിലുള്ളവരും ഇപ്പോൾ ഈ തലമുറയിലുള്ളവരുമായിട്ട് അതിൻ്റെ ഒരു നേർച്ച രൂപത്തിൽ കർക്കിടക വാവ് എന്ന രൂപത്തിൽ ഈ വീട്ടിൽ വെച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെയും ഈ പെട്ടി സ്ഥാപിച്ച 50 വർഷത്തിന് ശേഷം ഇന്ന് വരെയും ആ പരിപാടിക്ക് ഒരു മുടക്കം വരുത്താതെ വളരെ ഭംഗിയായി നാട്ടുകാരെയും വീട്ടുകാരെയും മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഈ നാടും പരിസരവും ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി ആ പെട്ടിയിൽ വരുന്ന സംഖ്യ കൂടാതെ അവരുടെ കയ്യിൽ നിന്ന് പൈസ സ്വരൂപിച്ചുകൊണ്ട് അവരത് വർഷം തോറും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെട്ടി ഇവിടെ വന്ന് പെടാനുള്ള അതായത് സ്ഥാപിക്കാനുള്ളൊരു കാരണം ഇവിടെ മുൻകാലത്ത് ഈ സംസാരിക്കുന്ന എൻ്റെ മാമൻ ബക്കർ എന്ന് പറയുന്ന പി ബക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു ചായക്കട നടത്തിയിരുന്നു. ആ ചായക്കട നടത്തുന്ന കാലത്ത് ഒരു പെട്ടി ഇവിടെ സ്ഥാപിക്കുകയും ആ പെട്ടി പിന്നീട് അവർ കട നിർത്തി പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അമ്മൂമ്മ ഈ തലമുറയിലുള്ള ഇവരെ അമ്മൂമ്മ ഒരു ചെറിയൊരു ഷാപ്പ് രൂപത്തിൽ ഇവിടെ ഒരു ഷാപ്പിൻ്റെ കച്ചവടം നടത്തിയിരുന്നു. ആ സമയത്ത് ആ പെട്ടി അവിടെ സ്ഥാപിച്ചു പോവുകയും ആ പെട്ടി സ്ഥാപിച്ചതിന് ശേഷമാണ് അവർ ഈ പരിപാടികളൊന്നും ഇന്ന് വരെ മുടക്കം വരുത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈ നാട്ടുകാരെ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അസുഖങ്ങൾ ബാധിച്ച ആളുകൾ ഓരോ നേർച്ചയാക്കും, അങ്ങനെ പൈസ കൊണ്ടുപോയിട്ട് ആ പെട്ടിയിലിടും. അതുപോലെ ആ പെട്ടിയിൽ വരുന്ന ഫുള്ള് സംഖ്യ ഒരിക്കലും ചിലപ്പോൾ തികയാറില്ല. ഇന്ന് പോലും ഇപ്പോൾ നടത്തുന്ന സംഗതി പോലും ജനങ്ങൾ കൊടുക്കുന്നതിൻ്റെ പുറത്ത് അവർ കയ്യിൽ നിന്നുള്ള സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് മുടക്കം വരുത്താതെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദേവാനന്ദേട്ടൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ 2 വ്യക്തികളാണ്. അവർ ഇന്ന് വരെയും ഒരു കോട്ടം വരുത്താതെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പരിപൂർണ്ണ സഹകരണവുമുണ്ട്. നേർച്ചപ്പെട്ടി കൈമാറിയ ഖാദറിന്റെയും ബക്കറിന്റെയും പിന്മുറക്കാരായ നൌഷാദും രായൻകുട്ടിയും ഒടുവൻപറമ്പിലെ വീട്ടിൽ വാവുസദ്യ ഒരുക്കലിന് എത്താറുണ്ട്. എല്ലാവരും ചേർന്ന് വിളമ്പിയത് പുതിയ തലമുറയ്ക്ക് നന്മയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. ആലിപ്പറമ്പ് പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധരിച്ച് നവീകരണ കലശം നടത്തി. ആമയൂർ രാമൻ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ജീർണാവസ്ഥയിലായിരുന്ന ആലിപ്പറമ്പ് പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞ വിധിപ്രകാരമാണ് പുനരുദ്ധാരണവും നവീകരണ കലശവും നടത്തിയത്. ഓഗസ്റ്റ് 2, 3, 4 തീയതികളിലായി നടന്ന ചടങ്ങുകൾക്ക് ആമയൂർ രാമൻ ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. നാട്ടുകാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച കമ്മിറ്റിയും മാതൃസമിതിയുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ക്ഷേത്രം പുനരുദ്ധരിച്ചത്. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഭഗവത് സേവ, സഹസ്രനാമജപം, കലശം ആടൽ എന്നിവ ഉണ്ടായി. പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ വിജയഗാഥയുമായി സെറ്റി മാൾ ഫർണിച്ചറിന്റെ പ്രീമിയം ഷോറൂം തൃക്കടിരി പഞ്ചായത്ത് ഓഫീസിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രീമിയം ഷോറൂം ഉദ്ഘാടനം ചെയ്തു.
സാമൂഹ്യ രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവരും മറ്റ് അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കുമെല്ലാം രാജകീയ പ്രൗഢിയേകാൻ വിസ്മയിപ്പിക്കുന്ന ഫർണിച്ചർ ഐറ്റംസുകളുടെ കളക്ഷനുമായാണ് 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സെറ്റി മാളിൻ്റെ ഒരു പ്രീമിയം ഷോറൂം കൂടി തൃക്കടിരി പഞ്ചായത്ത് ഓഫീസിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഒട്ടേറെ പുതുമകളുമായി തുടങ്ങിയ ഷോറൂം ഞായറാഴ്ച രാവിലെ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLA വിശിഷ്ടാതിഥിയായി. തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് ചളവറ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് എന്നിവരും മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റ് അതിഥികളും ചടങ്ങിൽ സന്നിഹിതരായി. $30,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് സെറ്റി മാളിൻ്റെ പ്രീമിയം ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. കരവിരുതും ചാരുതയും ഒത്തിണങ്ങിയ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം തന്നെയാണ് സെറ്റി മാളിൻ്റെ പ്രീമിയം ഷോറൂം. തേക്കിൻ തടികളിലും മറ്റ് മേൽത്തരം തടികളിലും തീർത്ത ഫർണിച്ചർ ഐറ്റംസുകൾക്കൊപ്പം സ്റ്റീൽ, ഫൈബർ മെറ്റീരിയൽ കൊണ്ടുള്ള വ്യത്യസ്ത മോഡലുകളിലുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും സെറ്റി മാളിലുണ്ട്. ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, ബെഡ് കോട്ട്, സോഫ സെറ്റ്, ദിവാൻ കോട്ട്, ബെഡ്, കസേരകൾ, പ്രീമിയം ഓഫീസ് ചെയറുകൾ, അലമാരകൾ, കട്ടിലുകൾ, വുഡൻ അലമാരകൾ, വുഡൻ ചെയറുകൾ തുടങ്ങി വീട്ടിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമായ എല്ലാ പ്രീമിയം ഫർണിച്ചറുകളും സെറ്റി മാളിൽ നിന്നും റീറ്റെയിലായും ഹോൾസെയിലായും ലഭിക്കും. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരണം ഫർണിച്ചറുകളും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകും. ഇതുവരെ ഉപഭോക്താക്കൾ തന്ന പിന്തുണയും സ്നേഹവുമാണ് സെറ്റി മാളിൻ്റെ വിജയമെന്നും ക്വാളിറ്റിയും മിതമായ നിരക്കുമാണ് സെറ്റി മാളിൻ്റെ മുഖമുദ്രയെന്നും ഉടമകൾ പറഞ്ഞു. സെറ്റി മാളിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഒന്നാമതായിട്ടുള്ള പ്രത്യേകത 20 വർഷത്തിലധികം ഒരു പാരമ്പര്യം എന്ന് നമുക്ക് മുഖമുദ്രയായിട്ട് പറയാൻ പറ്റും. നിലവിൽ ഇത്രയും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പബ്ലിസിറ്റി, ആ ഒരു പരസ്യം, മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും ഫസ്റ്റ് എയ്ഡായിട്ട് സെറ്റി മാൾ എടുത്ത് പറയാനുള്ളത്. മറ്റുള്ള പരസ്യങ്ങളിൽ നിന്നൊക്കെ സെറ്റി മാൾ പൊതുവേ മാറി നിൽക്കലാണ്. കാരണം അതിൻ്റെ ഒരു ആവശ്യകത വരാറില്ല. കസ്റ്റമേഴ്സ് തന്നെ എനി ടൈം ക്വാളിറ്റിയും അതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി കെയർ ഓഫ് ആയിട്ടാണ് ഇന്ന് സെറ്റി മാൾ ഏകദേശം 4-5 ബ്രാഞ്ചായി മാറിയത്. അതാണ് സെറ്റി മാളിൻ്റെ ഒരു മെയിൻ ഒരു ബ്രാൻഡായിട്ട് അറിയപ്പെടുന്നത്. ശരിക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് തന്നെ പറയണം. സെറ്റി മാൾ ബ്രാൻഡ് ഉണ്ടായത് തന്നെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ്. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഒന്ന് എന്നില്ല, കാരണം ഒരുപാട് രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്, പല മെറ്റീരിയലുകളുണ്ട്. അത് തേക്കിൽ തന്നെ 2-3 വിഭാഗമായിട്ട് തേക്കിൽ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള അതർ വുഡുകൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി, അതാണ് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്വാളിറ്റിയിലാണ് പ്രധാനം. അത് കസ്റ്റമേഴ്സിനൊരു വേറെ എന്തെങ്കിലും ഒരു 1-2 ഐറ്റം കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു റേറ്റ് പരസ്യപ്പെടുത്തി കസ്റ്റമേഴ്സിനെ ഷോപ്പിലേക്ക് കയറ്റുക, എന്നിട്ട് അത് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു സാധനം വലിയ രീതിയിൽ വിൽക്കുന്ന അത്തരം പരസ്യങ്ങളൊന്നും സെറ്റി മാളിൻ്റെ പ്രവണതയിലില്ല. കൃത്യമായ നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്ത് അതിന് മിതമായ റേറ്റ് അത് കസ്റ്റമർക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുത്തു പോന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇപ്പോൾ നിലവിൽ നമ്മൾ 4-5 ബ്രാഞ്ചുകൾ റണ്ണിങ്ങിലാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഒന്നും കൂടെ
കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു പ്രീമിയം ഷോറൂം ഞങ്ങളുടെ സിറ്റി മാളിൽ ഉണ്ടെങ്കിൽ എന്ന് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 30,000-ലധികം വരുന്ന ഈ ഒരു ഷോറൂം ഇവിടെ സജ്ജീകരിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബമ്പർ സമ്മാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. തത്സമയം നടന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത 6 പേർക്ക് ഫർണിച്ചറുകൾ സമ്മാനങ്ങളായി നൽകി. ഇതുകൂടാതെ ഓരോ പർച്ചേസിനും കൂപ്പണും, ആദ്യത്തെ 2 മാസം ഇടവിട്ട് 2 2 വീലറും, എല്ലാ 6 മാസം കൂടുമ്പോൾ ഓരോ കാറുകളും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നൽകുന്നുണ്ട്. 5 ആൾട്ടോ കാറുകളാണ് ബമ്പർ സമ്മാനമായി നൽകുന്നത്. സ്കൂട്ടർ നറുക്കെടുപ്പ് 2024 ഒക്ടോബർ 5-നും ഡിസംബർ 5-നും, ആദ്യ ബമ്പർ നറുക്കെടുപ്പ് 2025 ജനുവരി 28-നുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക്കൽ ഇവന്റും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരോട് അനങ്ങന്മല സന്ദർശിക്കാൻ എത്തിയ വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഒരു വിഭാഗം നാട്ടുകാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. മല സംരക്ഷിക്കണമെന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം നാട്ടുകാർ. സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ. ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കുന്ന കാര്യമുണ്ടോ? ഞാനിവിടെ ആക്ഷൻ അതിനെ ഞാൻ വന്നത് അത് കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ. സുരക്ഷാ പരിശോധന നടത്തി പട്ടാമ്പി പാലം എത്രയും പെട്ടെന്ന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ശാസ്ത്രീയ പരിശോധന വൈകുന്നത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ച. പാലം സന്ദർശിച്ച് എം.പി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നിലമ്പൂർ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു. ഇതുവരെ കണ്ടെടുത്തത് 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും. തിരച്ചിൽ ഊർജിതമാക്കാനും തീരുമാനം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പൊതുവപ്പാടത്ത് ചെക്ക് ഡാം അടഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. അരിയൂർ തോടിൽ നിർമ്മിച്ച ചെക്ക് ഡാമാണ് ഒഴുക്ക് തടസ്സപ്പെടും വിധം അടഞ്ഞത്. നിരവധി പേരുടെ നാണ്യവിളകൾ ഒലിച്ചുപോയി. തോട്ടിൽ അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും നീക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. പട്ടാമ്പി ടൗണിൽ യാത്ര ദുരിതപൂർണം. മഴയിൽ റോഡിൽ രൂപപ്പെട്ടത് വൻ കുഴികൾ. ഷൊർണൂർ റോഡിലെയും യാത്ര ഭയാനകം. കുഴികൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ നടപടി വേണമെന്ന് യാത്രക്കാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.